പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. വർഷം തോറും നാം ആദ്യവരെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. കൊയ്ത്ത് പെരുന്നാൾ എന്നും പറയാറുണ്ട്. പട്ടണത്തിൽ എന്ത് കൊയ്ത്ത് പെരുന്നാളാണ് ഉള്ളത്? ഇതൊരു താങ്ക്സ് ഗിവിങ് ഡേ ആണ്. ദൈവം ചെയ്ത നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രദർശിപ്പിക്കുവാൻ എല്ലാ ആഴ്ചയിലും നാം ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നാം ഒരു വർഷം മുഴുവൻ അനുഭവിച്ച അനേക അനുഗ്രഹങ്ങൾ, നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ താങ്ക്സ് ഗിവിങ് ഡേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ദിവസം. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുള്ളത്? എണ്ണിയാൽ തീരാത്ത നന്മകൾക്ക് നമുക്ക് ദൈവത്തോട് അനേകം പറയാനായിട്ടുണ്ട്. ഒന്നാമത്, നാം ഇവിടെ കൂടിയിരിക്കുന്നത് യേശുവിൻ്റെ ആളുകളായിട്ടാണ്. ജീസസ് പീപ്പിൾ. യേശുവിനെ അറിയുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരും യേശുവിനെ ആരാധിക്കുന്നവരും യേശുവിൽ കൂടെ ജീവൻ പ്രാപിച്ച ഒരു നിത്യജീവൻ്റെ വാഗ്ദാനമുള്ളവരുമാണ് നാം. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. എന്നാൽ എല്ലാറ്റിലുപരിയായി ദൈവത്തിൻ്റെ ജനമായി ദൈവം നമ്മെ തീർത്തു എന്നുള്ളതാണ് നമ്മൾക്ക് നന്ദി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജീവിതം നമ്മൾ ചോദിക്കാതെ നേടിയതാണ്. ആരും ഒരു ജീവിതവും ചോദിച്ചില്ല. ചോദിക്കാതെ ദൈവം തന്ന ജീവിതമാണ് നമ്മുടേത്. പക്ഷെ അത് ജീവിതം ക്രിസ്തുവിനുള്ളതാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ധന്യത. അങ്ങനെ ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് ജീവിക്കാൻ ഒരു കാരണമുണ്ടായി. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നിത്യമാക്കി തീർത്തു. ദൈവത്തിന് നന്ദി പറയാൻ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. ഒരു ഞായറാഴ്ച ദിവസം 2 കവറുകൾ സ്തോത്രകാഴ്ച സഞ്ചിയിൽ കണ്ടു. ഒന്ന് ഒരു താങ്ക്സ് ഗിവിങ് കവറായിരുന്നു, ഒന്ന് ഒരു മെമ്മോറിയൽ കവറും. ഇതിട്ട് 2 പേരെയും വിളിച്ചു ചോദിച്ചു, എന്ത് ഈ മെമ്മോറിയൽ കവർ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ പട്ടാളത്തിലായിരുന്നു, പട്ടാളത്തിൽ വെച്ച് മരിച്ചുപോയി, അവനെ യുദ്ധത്തിൽ മരിച്ചുപോയി, അവനെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനിത് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. താങ്ക്സ് ഗിവിങ് കവറിട്ട ആളോട് ചോദിച്ചു, നിങ്ങളെന്താ ഇതിനിടാൻ കാരണം? അപ്പോൾ പറഞ്ഞു, എൻ്റെ മകനും പട്ടാളത്തിൽ പോയി, പക്ഷെ എൻ്റെ മകൻ മരിക്കാതെ ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തി, അതിന് നന്ദി പറയാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ ചെയ്യുകയാണ്. ദൈവം നമുക്കെപ്പോഴും നന്മ മാത്രമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ജീവിതത്തിൻ്റെ നെടുവീർപ്പിൻ്റെയും വേദനകളുടെയും അനുഭവങ്ങളിൽ കൂടെയൊക്കെയും നമ്മളെ കടത്തിക്കൊണ്ട് പോയി എന്നിരിക്കാം. എപ്പോഴും നന്മ മാത്രം അല്ലെങ്കിൽ സുഖം മാത്രം അന്വേഷിക്കേണ്ട. അതിൻ്റെ ഇടയ്ക്കൊക്കെ വേദനകളും ദുഃഖങ്ങളും നമുക്കുണ്ടാകും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും. അനുഗ്രഹം മാത്രമല്ല, ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഒക്കെയുള്ള ജീവിതമാണ് നമുക്കുള്ളത്. പക്ഷേ അവിടെ നമുക്ക് ആശ്വസിക്കുവാൻ, ധൈര്യപ്പെടുവാനുള്ളത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദുഃഖങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങളും നമ്മുടെ കുറവുകളുമെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീർക്കാനായിട്ട് നമുക്ക് കഴിയും. എന്തിനും
ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ഇതുപോലുള്ള ദിവസങ്ങൾ. യഹൂദന്മാരുടെ ചരിത്രത്തിൽ, ജീവിതത്തിലാണ് പെരുന്നാളുകൾ ഒറിജിൻ, അതിൻ്റെ ആരംഭം അവിടെയാണ്. അവരുടെ പെരുന്നാളുകളെല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓരോ കൃഷി എടുക്കുമ്പോഴും അവരൊരു പെരുന്നാൾ ആഘോഷിക്കും. അതവരുടെ വരുമാനത്തിൻ്റെ മാർഗമായിരുന്നു കൃഷി. അതുകൊണ്ട് പല കൃഷികൾ അവർ ചെയ്തിരും, അതൊക്കെയും അവർ ആ സമയത്ത് കൊണ്ടുതരും. പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളാണ് അവർക്കുണ്ടായിരുന്നത്: പെസഹ, പെന്തക്കോസ്ത്, കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളായിരുന്നു യഹൂദന്മാർക്ക് പ്രധാനമുള്ള പെരുന്നാളുകൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പെസഹ പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അത് ഗോതമ്പ് കൃഷി എടുക്കുമ്പോൾ, ഗോതമ്പ് വിളവെടുക്കുമ്പോൾ ഉള്ള ദിവസങ്ങളാണ്. പെസഹായുടെ ഏപ്രിൽ നാളുകായത് ബാർലി കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ദൈവത്തിന് സമർപ്പിക്കുന്ന പെരുന്നാളാണ്. മൂന്നാമത്തേത് കൂടാര പെരുന്നാളാണ്. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. കായ്കനികളൊക്കെയും വിളയുമ്പോൾ അതിൻ്റെ ഒരു അംശം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന, അങ്ങനെ 3 പെരുന്നാളുകളാണ് യഹൂദന്മാർക്ക് ഉണ്ടായിരിക്കും. നമുക്ക് 3 പെരുന്നാളുണ്ട് ക്രിസ്ത്യാനികൾക്കും: ക്രിസ്മസ്, ഈസ്റ്റർ, പെന്തിക്കോസ്ത്. ഇങ്ങനെ 3 പെരുന്നാളുകൾ. ക്രിസ്മസ് എന്നുള്ളത് ക്രിസ്തു നമുക്ക് നൽകപ്പെട്ട, ക്രിസ്തുവിനെ നൽകിയ അതിൻ്റെ വലിയ ഉത്സവമാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് നിത്യജീവൻ നമുക്ക് നൽകിയതിൻ്റെ ഉത്സവമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് സഭ, ദൈവം നമുക്ക് തന്ന സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്തിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? ഒന്ന്, മെറ്റീരിയൽ ഹാർവസ്റ്റ്, ഭൗമികമായ നന്മകൾ. നമ്മുടെ ആരോഗ്യം, സുഖം, ജോലി, മക്കൾ, കുടുംബം, എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുണ്ടാവുമോ എന്ന് സംശയമാണ്. ദൈവം ധാരാളമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിൽ ജീവിക്കുന്നത് ഇന്ന് അഭിമാനമാണ്. കാരണം ഇന്ത്യയിലെ ദരിദ്രരില്ലാത്തൊരു പട്ടണമാണ് കോട്ടയം. എന്തുകൊണ്ടാണ് കോട്ടയത്ത് ദരിദ്രരില്ലാതെ പോയത്? അല്ലെങ്കിൽ കോട്ടയം പട്ടണത്തെ ഇന്ത്യയിലെ ദരിദ്രരില്ലാത്ത പട്ടണമെന്ന് പറയാൻ കാരണം എന്താണ്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദ ക്രിസ്ത്യൻ പ്രസൻസ്. മറ്റുള്ളവർ സമ്മതിക്കണമെന്നില്ല, പക്ഷേ അതാണ് ഒരു കാര്യം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം, ക്രിസ്ത്യൻ പ്രസൻസ്. വേറൊന്ന്, മറ്റുള്ളവരെക്കുറിച്ചുള്ള കൺസേണുള്ള സ്ഥാപനങ്ങൾ, അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു 11-ാമത്തെ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, കുറേറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഇത് ഈജിപ്തുകാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പതിവാണ്. നൈൽ നദിയിൽ കൊണ്ട് അവർ അപ്പം വിതറും, അല്ലെങ്കിൽ വിത്ത് വിതറും. വിത്തുകൾ എവിടെയൊക്കെ പോയി വളരും. അതടിയുന്ന തീരങ്ങളിൽ പോയി വളരും. അവിടെയൊക്കെ വലിയ സമൃദ്ധിയായിട്ട് വിളവുണ്ടാകും. അതവർ കൊയ്തെടുക്കും. അതുകൊണ്ട് ഈ വെള്ളത്തിൽ വിത്തെറിയുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു. അതിൽ നിന്നാണ് ഈ വാക്യം പറയുവാൻ കാരണം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. ദൈവം നമുക്ക് ചെയ്ത നന്മകൾ എത്രയധികമാണ്. ഞാൻ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ചിൽ അച്ഛനായിരുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒത്തിരി വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വരുമ്പോൾ സ്വന്തം വീടുകളുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ 3-4 ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ ഇന്ന് അവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്പർ നല്ല വീടുകളിലും വെച്ച് താമസിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ. അത്രയൊക്കെ കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഉണ്ട് നമുക്ക്. ദരിദ്രയായ വിധവയുടെ കാര്യം ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ചു. ആരാ ഈ ദരിദ്രയായ വിധവ? വിശുദ്ധ കന്യകമറിയാമല്ലാതെ ആരാ ദരിദ്രയായ വിധവ ഇരിക്കുന്നത്? 2 കാശ്, അതും ആര് കൊടുത്ത? യേശു കൊടുത്തതായിരിക്കും. പക്ഷെ അത് മുഴുവൻ കൊണ്ടേ ആ മാതാവ് ഇട്ടു. ഇത് ഒരു പക്ഷേ തൻ്റെ മാതാവിനെ ആ സ്നേഹത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് പറയാനായിരിക്കാം അത് ചെയ്തത്. 2 വെള്ളിക്കാശിട്ട 2 ചെമ്പ് കാശിട്ട ദരിദ്രയായ വിധവ വിശുദ്ധ കന്യാമറിയം തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാളെ അത് കഴിഞ്ഞ് നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ചൈനീസ് പഴമൊഴിയാണ്, വള്ളത്തിൽ വെള്ളം നിറയുമ്പോഴും കുടുംബത്തിൽ പണം വർദ്ധിക്കുമ്പോഴും 2 കൈകൊണ്ടും കോരി കളയണം. വള്ളത്തിൽ വെള്ളം നിറയുമ്പോഴും വീട്ടിൽ ധനം വർദ്ധിക്കുമ്പോഴും 2 കൈകൊണ്ടും കോരി കളയണം. അല്ലാതെ കോരി കളഞ്ഞില്ലേ വെള്ളം മുങ്ങും, അല്ലെങ്കിൽ ധനം നിനക്ക് കുന്നുകൂടി വെച്ചാൽ അത് നിനക്കും നാശമായി തീരും. ഖുർആനിലൊരു വാക്കുണ്ട്, ഗിവിങ് പ്യൂരിഫൈസ് ദ ഗിവർ. ദാനം ദാതാവിനെ പവിത്രീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗിവിങ് പ്യൂരിഫൈസ് ദ ഗിവർ. ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എത്രയോ നന്മകളാണ് ദൈവം നമുക്ക് തന്നത്. അതൊക്കെ കൊടുത്താൽ തിരികെ കിട്ടുമോ? ഹോവാർഡ് കെല്ലി എന്ന ഒരാളുടെ കഥ, സംഭവം. ഒരു ബാലനായിട്ട് ജീവിച്ച കാലത്ത് ദാരിദ്ര്യത്തിലായിരുന്നു. പഠിക്കാൻ മിടുക്കനാണെങ്കിലും ദാരിദ്ര്യമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ആ കൊച്ച് ഒരിക്കൽ നടന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാതെ ക്ഷീണിച്ചു. എന്നാൽ എവിടെയെങ്കിലും പോയി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് അടുത്തൊരു വീട് കണ്ടു, അങ്ങോട്ട് കയറി വെള്ളം ചോദിച്ചു. അവിടുത്തെ അമ്മ വളരെ ഹൃദയ അനുകമ്പയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ കൊച്ചിനെ കണ്ടപ്പോൾ അവർക്ക് ഒരു സിമ്പതി തോന്നി. ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നി, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നി അവൻ്റെ മുഖം കണ്ടപ്പോൾ. അവർ പോയി ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തുകൊണ്ട് വന്ന് ആ കൊച്ചിന് കൊടുത്തു. ഒരു പരിചയമില്ലാത്തൊരു കൊച്ചു. അവൻ ആ പാല് കുടിച്ചു, നന്ദി പറഞ്ഞു പോയി. വർഷങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ ഒരു മഹാരോഗം പിടിപെട്ട് ആശുപത്രിയിലായി. ആർക്കും ചികിത്സിക്കാൻ കഴിയാത്ത എന്തോ ഒരു രോഗം. വലിയ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനെയൊക്കെ വിളിക്കേണ്ടി വന്നു. പക്ഷെ അന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു ഡോക്ടറെ അവർ വിളിച്ചു ഈ സ്ത്രീയെ ചികിത്സിക്കാനായിട്ട്. അദ്ദേഹം ആ ആശുപത്രിയിൽ വന്നു. ഈ സ്ത്രീയെ നോക്കി, പരിചയമുള്ള മുഖം. ഈ സ്ത്രീ ആരാണെന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി. വളരെ ഭംഗിയായിട്ടുള്ള ചികിത്സകളൊക്കെ നടന്നു, വിദഗ്ധമായ ചികിത്സകളൊക്കെ കൊടുത്തു. ആ മാതാവ്, ആ യുവതി, ആ സ്ത്രീ രോഗം സൗഖ്യമായി, സുഖമായി. അപ്പോൾ ബില്ല് കൊടുക്കണം. അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു ബില്ലായിരിക്കും വരുന്നത്. കാരണം അപൂർവമായ രോഗമാണ്, പ്രസിദ്ധനായ ഡോക്ടറാണ് ചികിത്സിച്ചത്, എത്രയോ വലിയ തുക ആകും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഡോക്ടർ അവിടെയുള്ള ക്ലർക്കിനോട് പറഞ്ഞിരുന്നു, ബില്ല് തയ്യാറാക്കുന്ന ക്ലർക്കിനോട് പറഞ്ഞു, എന്നെ കാണിച്ചിട്ട് ബില്ല് കൊടുക്കാവുള്ളൂ. അപ്രകാരം ആ ക്ലർക്ക് ബില്ലൊക്കെ തയ്യാറാക്കി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഭീമമായ ഒരു തുക. പക്ഷെ ഡോക്ടർ
അതിൻ്റെ അടിയിൽ എഴുതി പെയ്ഡ് ഫുൾ. For a glass of milk. Paid full for a glass of milk. ഈ സ്ത്രീക്കൊന്നും മനസ്സിലായില്ല. ആ പണം മുഴുവൻ കൊടുത്തിരിക്കുന്നു ആരോ. ഫോർ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണിത്? എല്ലാവരും ചോദിച്ചു, എന്താണ്? ഒരു പൈസയും വേണ്ട, ഈ ഭീമമായ തുക മുഴുവനും കൊടുത്തിരിക്കുന്നു. ഒരു ഗ്ലാസ് പാലിൻ്റെ വിലയായിട്ട് അതെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് പഴയ കാര്യങ്ങൾ. പണ്ട് ദാരിദ്ര്യത്തിൽ ജീവിച്ച പയ്യൻ ബാലനായിട്ട് നടന്നുപോയപ്പോൾ ഈ അമ്മയുടെ വീട്ടിലാണ് ചെന്ന് വെള്ളം ചോദിച്ചു. ആ കൊച്ചിനെ കണ്ട് അനുകമ്പ തോന്നി. ആ മാതാവ് ഒരു ഗ്ലാസ് പാല് കൊടുത്തത് ഓർത്ത് ആണ് അദ്ദേഹം ഇത് എഴുതിയത്. ഇത് ഉണ്ടാക്കിയ കഥയൊന്നുമല്ല, സത്യമായുള്ളൊരു കഥയാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടും. മറിയ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്ത്രീ ജീവിച്ചത് മറിയയാണ്. ആരായിരുന്നു മറിയ? ഒന്നുമില്ലാത്ത മറിയ. പക്ഷെ കൊടുത്തത് അവളുടെ എല്ലാം. അവളുടെ മകന് വേണ്ടി കഷ്ടപ്പെട്ട് തല്ലാതെ ഒന്നും വാങ്ങിയില്ല. കൊടുപ്പീൻ, നിങ്ങൾക്ക് അമർത്തി കുലുക്കി നിറയുന്ന നല്ല അളവ് തരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം നമ്മൾ എടുക്കാൻ പോകുന്നത് വിളവ് ഭൗമികമായിട്ടുള്ള ഒന്നുമല്ല. നമ്മെ വിളവെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇറ്റേണൽ ഹാർവസ്റ്റ്. നമ്മളിതെല്ലാം വേണ്ടി കൊയ്തെടുക്കുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മളെ കൊയ്തെടുക്കും നിത്യമായ ജീവിതത്തിലേക്ക്. അതാണ് നമ്മുടെ പ്രതിഫലം. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കൊടുപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. ഈ ഭൂമിയിലായിരിക്കണമെന്നില്ല, നിത്യതയിൽ നിത്യമായ ജീവനിലാണ് ആ പ്രതിഫലം. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.